ഹായ് എവരി വൺ. എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്? ലാക്ക് ഓഫ് സ്പേസ് അല്ലെങ്കിൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ കൃഷി രീതികൾ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ വളപ്രയോഗം തുടങ്ങിയവയെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ നടീൽ വസ്തുക്കളെ കുറിച്ചാണ്. അതായത് നമുക്ക് നല്ല വിളവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വിളകൾ തന്നെ എന്ത് ചെയ്യണം? തെരഞ്ഞെടുക്കണം അല്ലേ? ഇപ്പൊ നമുക്കറിയാം, പൊതുവെ കൃഷി ചെയ്യുമ്പോൾ നാടൻ ഇനങ്ങളെയൊക്കെ പണ്ട് മുതലേ കൃഷി ചെയ്തു വന്നിരുന്നത് എങ്ങനെയുള്ള ഇനങ്ങളാണ്? ലോക്കൽ വെറൈറ്റീസ് അല്ലെങ്കിൽ നാടൻ ഇനങ്ങളാണ്. അപ്പൊ ഈ നാടൻ ഇനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഈ ക്ലൈമറ്റിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ കാലാവസ്ഥയോട് ഇവിടുത്തെ ഈ ഒരു പരിസ്ഥിതിയോട് യോജിച്ചു പോകുന്നവയാണ് ഏതെന്ന് പറയുന്നത് ലോക്കൽ വെറൈറ്റീസ് അല്ലെങ്കിൽ നാടൻ ഇനങ്ങൾ. ഇനി അതുപോലെ തന്നെ അവയ്ക്ക് കൂടുതൽ പരിചരണം ഒന്നും ആവശ്യമില്ല. പെസ്റ്റ് കൺട്രോളും അതുപോലെ തന്നെ ഡിസീസ് കൺട്രോളും ഒക്കെ ഉള്ള ഇനങ്ങളാണ് ഏതെന്ന് പറയുന്നത് നാടൻ ഇനങ്ങൾ. അതായത് അവർക്ക് കീടങ്ങളെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ രോഗനിയന്ത്രണത്തിനും ഒക്കെ ഉള്ള കഴിവുകൾ ആർക്കുണ്ട്? ഈ ലോക്കൽ വെറൈറ്റീസ് അല്ലെങ്കിൽ നാടൻ ഇനങ്ങൾക്കുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ കീടനാശിനി ഒന്നും ഉപയോഗിക്കേണ്ടി വരത്തില്ല അല്ലേ? അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ്, വളപ്രയോഗം, അതായത് കൂടുതൽ വളപ്രയോഗം ഒന്നും നടത്തേണ്ടി വരത്തില്ല. നാടൻ ഇനങ്ങളാകുമ്പോൾ നമ്മളുടെ ഈ ഒരു എൻവയോൺമെന്റുമായിട്ട് അല്ലെങ്കിൽ പരിസ്ഥിതിയുമായിട്ട് യോജിച്ചു പോകുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ പെസ്റ്റിസൈഡ്സും അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സും ഒന്നും യൂസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെൻസ് അല്ലെങ്കിൽ ചെലവെന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലേ? അപ്പൊ ഇതെല്ലാം ഏതിന്റെ പ്രത്യേകതകളാണ്? നാടൻ ഇനങ്ങളുടെ പ്രത്യേകതയാണ്. അപ്പൊ ഈ നാടൻ ഇനങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതായത് നമ്മളുടെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ പരിസ്ഥിതിയോട് യോജിച്ചു പോകുന്നവയാണ്. അവയ്ക്ക് നാച്ചുറലി തന്നെ ഒരു പെസ്റ്റ് കൺട്രോൾ അതുപോലെ തന്നെ ഡിസീസ് കൺട്രോളിനുള്ള എബിലിറ്റി ഉണ്ട് അല്ലേ? അതായത് കീടനിയന്ത്രണത്തിനും അതുപോലെ തന്നെ രോഗനിയന്ത്രണത്തിനുമുള്ള കഴിവുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ കീടനാശിനികളൊന്നും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ വളപ്രയോഗം അല്ലെ, ഫെർട്ടിലൈസേഴ്സ് കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരില്ല. പരിചരണം കൂടുതൽ ആവശ്യമില്ല. അതുപോലെ തന്നെ എക്സ്പെൻസ് അല്ലെന്നുണ്ടെങ്കിൽ ചെലവ് വളരെ കുറവായിരിക്കും. ഇനി ഇത് മാത്രം നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് നമ്മളുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം വളരെയധികം കൂട്ടണം അല്ലേ? അപ്പൊ ഈ നാടൻ ഇനങ്ങൾ മാത്രം കൃഷി ചെയ്തതുകൊണ്ട് കാര്യമില്ല. നമുക്ക് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അപ്പൊ ഈ പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, അതായത് പുതിയ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ള പലതരത്തിലുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ രീതികൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ അതിൽ ചിലത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? അതായത് ഹൈ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, ഉയർന്ന ഗുണമുള്ള നടീൽ വസ്തുക്കളാണ് പറയുന്നത്. അപ്പൊ ഉയർന്ന ഗുണമുള്ള നടീൽ വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള മെത്തേഡ്സ്, രീതികൾ: ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ്, ടിഷ്യൂ കൾച്ചർ, GM ക്രോപ്സ് ആൻഡ് ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ഇതെല്ലാം ഇന്ന് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ്. അപ്പൊ ഇതിനകത്തിലെ ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ് ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാകും. അതായത് പേരന്റൽ പ്ലാന്റ്സ്, അതായത് മാതൃസസ്യങ്ങളുടെ അതേ സ്വഭാവമുള്ള പ്ലാന്റിനെ സൃഷ്ടിച്ചെടുക്കുന്ന രീതികളാണ് ഏതൊക്കെ? ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് തുടങ്ങിയവ. ആ 3 ടെക്നോളജി, അതായത് ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ലെയറിംഗ്, ഇതിനകത്തിൽ 3ലും എങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്? നമ്മൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള പേരന്റൽ പ്ലാന്റ് അല്ലെങ്കിൽ മാതൃസസ്യത്തെ എടുത്തിട്ട് ആ സസ്യത്തിന്റെ അതേ സ്വഭാവമുള്ള സാപ്ലിങ്സ് അല്ലെങ്കിൽ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പൊ ഇത് 3ഉം എങ്ങനെയുള്ള മെത്തേഡാണ്? പേരൻസിന്റെ അതേ സ്വഭാവങ്ങൾ ഉള്ള ചെടികൾ സൃഷ്ടിച്ചെടുക്കുന്ന രീതിയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവില്ല. ടിഷ്യൂ കൾച്ചറും എങ്ങനെ തന്നെയുള്ള മെത്തേഡാണ്? പേരന്റൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ മാതൃസസ്യത്തിന്റെ അതേ സ്വഭാവം, പേരന്റൽ പ്ലാന്റിന്റെ അതേ സ്വഭാവം ഉള്ള പ്ലാന്റിനെ സൃഷ്ടിച്ചെടുക്കുന്ന രീതിയാണ്. അതായത് ഈ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് ഒരു പ്ലാന്റിനെ സെലക്ട് ചെയ്യുന്നു. ആ സെലക്ട് ചെയ്യുന്ന പ്ലാന്റിൽ നിന്നും ടിഷ്യൂസ് എടുക്കുന്നു. എന്താണ് ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാം, നമ്മുടെ എല്ലാം ബോഡി നിർമ്മിച്ചിരിക്കുന്ന ബേസിക് യൂണിറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? സെൽസ് അല്ലെങ്കിൽ കോശങ്ങൾ എന്നാണ്. അപ്പൊ ഈ സെൽസിന്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ടിഷ്യൂസ്. അപ്പം ഗ്രൂപ്പ് ഓഫ് സെൽസ് ആർ കാൾഡ് ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ. അപ്പൊ ഈ ഏതെങ്കിലും ഒരു പ്ലാന്റിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ പ്ലാന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ എടുക്കുന്നു. എന്നിട്ട് ആ ടിഷ്യൂസിനെ ന്യൂട്രിയന്റ് സൊല്യൂഷൻ കൊടുത്ത്, ന്യൂട്രിയന്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ദ്രാവകം കൊടുത്തിട്ട് ആ ദ്രാവകത്തിനകത്ത് ഈ ടിഷ്യൂസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പുതിയ സാപ്ലിങ്സ് അല്ലെങ്കിൽ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് ആയിരക്കണക്കിന് ചെറിയ ചെടികൾ എന്ത് ചെയ്യാൻ പറ്റും? സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഈ ടിഷ്യൂ കൾച്ചറിലൂടെയും നമ്മൾ ഇങ്ങനെ തന്നെയുള്ള പ്ലാന്റ്സിനെയാണ് എടുക്കുന്നത്. പേരന്റിന്റെ അതേ സ്വഭാവമുള്ള, അതായത് മാതൃസസ്യത്തിന്റെ അതേ സ്വഭാവമുള്ള തൈകളായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ 4 മെത്തേഡ്സും എങ്ങനെയുള്ള മെത്തേഡ്സ് ആണ്? അതായത് ഒരു പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ്. ആ പ്ലാന്റിൽ നിന്നും എന്ത് ചെയ്യുന്നു? നമ്മൾ അടുത്ത ജനറേഷൻ ഉണ്ടാക്കിയെടുക്കുന്നു, അടുത്ത തലമുറ ഉണ്ടാക്കി
ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പൊ ഇതിനകത്തിലെ ഈ ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ലെയറിങ് അത് മൂന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ്. ഇനി ഈ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ്. അത് നന്നായിട്ട് അറിവുള്ളവർക്കും നല്ല ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടുമാണ് അത് ചെയ്യുന്നത്. ഇനി ഈ ടിഷ്യൂ കൾച്ചറിലൂടെയൊക്കെ ധാരാളമായിട്ട് നമ്മൾ വാഴ ഇനങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ദെൻ അടുത്തതെന്ന് പറയുന്നത് GM ക്രോപ്സ്. GM ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്, അതായത് ജനിതക പരിഷ്കാരം വരുത്തിയ വിളകൾ എന്ന് പറയും. അതായത് നമ്മുടെ ജീൻസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എന്താണ് ജീൻസ് അല്ലെങ്കിൽ ജീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫാക്ടേഴ്സ് വിച്ച് കൺട്രോൾ അവർ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മളുടെ സ്വഭാവ സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ജീൻസ് അല്ലെങ്കിൽ ജീനുകൾ. ഈ ജീനുകൾ എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്, നമ്മുടെ പേരൻസിൽ നിന്നുമാണ് അല്ലേ. അതായത് നമ്മളുടെ മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകളാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഏതിൽ കൂടിയാണ് നമ്മളിലേക്ക് എത്തിയത്, ജീൻസിലൂടെയാണ്, അതായത് ജീനുകളിലൂടെയാണ്. അപ്പൊ ജീവികളുടെയൊക്കെ ജീനുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റം വരുത്താൻ പറ്റും. അത് പ്ലാന്റ്സിന്റെ ആയാലും ആനിമൽസിന്റെ ആയാലും എല്ലാം ജീനുകളിൽ മാറ്റം വരുത്താൻ പറ്റും. ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയും, അതായത് ജീനുകളിൽ മാറ്റം വരുത്തുന്ന ടെക്നോളജി, സാങ്കേതിക വിദ്യ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് പ്ലാന്റ്സിന്റെ ജീനുകളിൽ എന്ത് ചെയ്യുന്നു, മാറ്റം വരുത്തുന്നു. അപ്പൊ ജീനുകളിൽ മാറ്റം വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്ലാന്റ്സിന്റെ സ്വഭാവത്തിലും എന്ത് ചെയ്യും, മാറ്റം വരും ഇല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാന്റിന്റെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ജനിതക ഘടനയിൽ അല്ലെങ്കിൽ ജീനിൽ എന്ത് ചെയ്യുക, ആൾട്ടറേഷൻ അല്ലെങ്കിൽ ചേഞ്ച് വരുത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ട്രേറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പൊ ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം എന്നാണ് അർത്ഥം. അതായത് ഒരു ചെടിയിൽ നല്ല ഗുണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ജീനിൽ മാറ്റം വരുത്തുന്നു. അപ്പൊ ഇങ്ങനെ ജീനിൽ മാറ്റം വരുത്തുന്ന ടെക്നോളജിയെ വിളിക്കുന്ന പേരാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്. അപ്പൊ ഇവിടെ നമ്മൾ ആരിലാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് നടത്തുന്നത്, പ്ലാന്റ്സിലാണ് അല്ലേ. അപ്പൊ പ്ലാന്റ്സിനെ നമുക്ക് വേണ്ടുന്ന ഗുണത്തോടു കൂടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ്സിന്റെ ജീനിൽ അല്ലെങ്കിൽ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പ്ലാന്റ്സിനെ വിളിക്കുന്ന പേരാണ് GM ക്രോപ്സ് അല്ലെങ്കിൽ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്, ജനിതക പരിഷ്കാരം വരുത്തിയ വിളകൾ എന്ന് വിളിക്കും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് കോട്ടൺ പ്ലാന്റിന്റെ ജീനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് പെസ്റ്റ് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്താണ് പെസ്റ്റ് റെസിസ്റ്റൻസ്, കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ കീടങ്ങൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോട്ടണിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, കുറയും. അപ്പൊ അത് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, ജീനിൽ മാറ്റം വരുത്തി പെസ്റ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കീടനിയന്ത്രണം അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നു. ദെൻ അതുപോലെ തന്നെ സോയാബീൻ നമുക്കറിയാവുന്ന സാധനമാണ് ഇല്ലേ. ആ സോയാബീന് വീഡിസൈഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കിയെടുത്തു. വീഡിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളനാശിനി എന്നാണ്. കളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺവാണ്ടഡ് പ്ലാന്റ്സ്, അതായത് നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അവിടേക്ക് വേണ്ടാത്ത ചെടികൾ എന്ത് ചെയ്യാറുണ്ട്, വളരാറുണ്ട്. അപ്പൊ ഈ വേണ്ടാത്ത ചെടികൾ വളർന്നു കഴിഞ്ഞാൽ അത് ആ കൃഷി എന്ത് ചെയ്യും, വളരെയധികം ബാധിക്കും. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വളങ്ങളൊക്കെ ആരെടുക്കും, ഈ വീഡ്സ് അല്ലെങ്കിൽ കളകൾ എടുക്കും. അപ്പൊ ആ വീഡിസൈഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള ഇനങ്ങൾ ഏതിന്റെയാ, സോയാബീന്റെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള റൈസ് വെറൈറ്റീസ്, നെല്ലിനങ്ങൾ, വിറ്റമിൻ A അടങ്ങിയിട്ടുള്ള റൈസ് വെറൈറ്റീസ് ഒക്കെ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഇതെല്ലാം എങ്ങനെയാണ്, ജീനിൽ മാറ്റം വരുത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ജീനിൽ മാറ്റം വരുത്തി നമുക്ക് ആവശ്യമായ രീതിയിൽ പ്ലാന്റ്സിനെ എന്ത് ചെയ്യുന്നു, മാറ്റിയെടുക്കുന്നു. അപ്പൊ ആ ടെക്നോളജിയെ വിളിക്കുന്ന പേര് ജെനറ്റിക് എഞ്ചിനീയറിംഗ്. അതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന പ്ലാന്റ്സിനെ വിളിക്കുന്ന പേര് GM ക്രോപ്സ് അല്ലെങ്കിൽ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്, ജനിതക പരിഷ്കാരം വരുത്തിയ വിളകൾ. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് കോട്ടൺ, സോയാബീൻ, റൈസ് വെറൈറ്റീസ് തുടങ്ങിയവ. ഇനി ജെനറ്റിക് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ജീനിൽ മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ അങ്ങനെ മാറ്റം വരുത്തിയ ഇനങ്ങൾ കൂടുതലായിട്ടുണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻഡിജീനസ് വെറൈറ്റീസ് അല്ലെങ്കിൽ നാടൻ ഇനങ്ങളെ അത് അഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതായത് നാടൻ ഇനങ്ങൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യുമെന്ന് നിലയ്ക്കും. അപ്പൊ നാടൻ ഇനങ്ങൾ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകും. മൊത്തം എങ്ങനെയുള്ള ഇനങ്ങളാകും, ഈ GM ക്രോപ്സ് ആകും. അതെന്ന് പറയുന്നത് അതിന്റെ ഒരു ഹാർംഫുൾ ഇഫക്റ്റ് ആണ് അല്ലേ. അപ്പൊ നമ്മുടെ നാടൻ ഇനങ്ങൾക്ക് ദോഷമുണ്ടാക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗ്ഗസങ്കരണം എന്ന് പറയും. ഇവിടെ എന്ന് പറയുന്നത് രണ്ട് നല്ല ഗുണമുള്ള പ്ലാന്റ്സിനെ എടുക്കുന്നു. ആ രണ്ട് പ്ലാന്റ്സും എന്ത് ചെയ്യുന്നു, നമ്മൾ ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ പരപരാഗണത്തിന് വിധേയമാക്കുന്നു. അപ്പൊ ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പോളിനേഷൻ കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ല, പരാഗണം. അപ്പൊ ഈ പോളിനേഷന്റെ ഒരു ടൈപ്പാണ് ഏതെന്ന് പറയുന്നത് ക്രോസ് പോളിനേഷൻ. അപ്പൊ ഈ ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത് രണ്ട് പ്ലാന്റ്സിൽ നടക്കുന്ന പോളിനേഷനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ക്രോസ് പോളിനേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ പേരന്റൽ പ്ലാന്റ്സ് ആയിട്ട് രണ്ട് പ്ലാന്റ്സിനെ എടുക്കുന്നു. ആ പ്ലാന്റ്സിനെ തമ്മിൽ എന്തിനു വിധേയമാക്കുന്നു, ക്രോസ് പോളിനേഷൻ വിധേയമാക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ജനറേഷൻ, അതായത് നല്ല ഈ രണ്ട് പ്ലാന്റിന്റെയും ഗുണങ്ങളോട് കൂടിയ നല്ല തൈകൾ നമുക്ക് ലഭിക്കും. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗ്ഗസങ്കരണം.
അതായത് രണ്ട് ചെടികളെ ക്രോസ് പോളിനേഷൻ വിധേയമാക്കുന്നതിലൂടെ നല്ല ക്വാളിറ്റീസ് ഉള്ള, അതായത് ആ രണ്ട് ചെടികളുടെയും ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഗുണങ്ങളോട് കൂടിയ പ്ലാന്റ്സ് സൃഷ്ടിച്ചെടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗ്ഗസങ്കരണം. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നാടൻ ഇനങ്ങളാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്, അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇനി അത് കൂടാതെ തന്നെ ഇങ്ങനെയുള്ള മെത്തേഡ്സിലൂടെ അല്ലെങ്കിൽ രീതികളിലൂടെ നമുക്ക് ഒരുപാട് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് എന്ത് ചെയ്യാൻ പറ്റും? സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്തിലെ ഗ്രാഫ്റ്റിംഗ്, ബഡിങ്, ലെയറിംഗ് ഇത് മൂന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ടിഷ്യൂ കൾച്ചർ, GM ക്രോപ്സ്, ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് പഠനം നടത്തിയതിനു ശേഷം ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയൊക്കെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡ്സ്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഈ പാടത്തിനകത്തിലെ ലാക്ക് ഓഫ് സ്പേസ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ കൃഷി രീതികൾ, അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സിന്റെ ആപ്ലിക്കേഷൻ, ദെൻ ഇന്ന് പറഞ്ഞത് നമ്മൾ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ, എങ്ങനെയുള്ള നടീൽ വസ്തുക്കളൊക്കെ നമുക്ക് ലഭിക്കുന്നു, അതുണ്ടാക്കാനുള്ള മെത്തേഡ്സ് തുടങ്ങിയവയെ കുറിച്ചാണ്. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക്